നമസ്കാരം. ചില ചിത്രങ്ങൾ വലിയ കഥകൾ പറയും. ഇന്നലെ യൂറോ കപ്പിൽ പോർച്ചുഗലിനെ 2 ഗോളിന് തോൽപ്പിച്ച ജോർജിയയുടെ ആദ്യ ഗോൾ നേടിയ ക്വാരറ്റ്സ്ഖെലിയയ്ക്ക് കൈകൊടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോവിൻ്റെ ചിത്രമാണ് ഇത്. ജോർജിയൻ ടീമിലെ 7ാം നമ്പറുകാരൻ പോർച്ചുഗലിൻ്റെ 7ാം നമ്പറുകാരന് കൈകൊടുക്കുകയാണ് ഈ ചിത്രത്തിൽ. ആ ചിത്രം നിങ്ങൾ ശരിക്കും നോക്കൂ. ഇന്നലെ നടന്ന അട്ടിമറി വിജയത്തിലെ ഹീറോയാണ് ക്വാരറ്റ്സ്ഖെലിയ. ഫുട്ബോൾ ആസ്വാദകരെ ഞെട്ടിച്ച അട്ടിമറിയായിരുന്നു അത്. പക്ഷേ ഈ ചിത്രത്തിന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. ആ അട്ടിമറിക്ക് ശേഷം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. ലോകമാധ്യമങ്ങൾ അതിനു പിന്നിലെ കഥ വിശദീകരിച്ച് ആകാംക്ഷയോടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ചലച്ചിത്രങ്ങളിലോ നോവലുകളിലോ ഭാവനകളിലോ എവിടെയെങ്കിലുമോ ഒക്കെ പോലും കാണാൻ കഴിയാത്ത വിധം നാടകീയമായ ഒരു കഥയാണ് ഈ ചിത്രത്തിന് പറയാനുള്ളത്. 2013 ക്രിസ്ത്യാനോ റൊണാൾഡോ ജോർജിയയിൽ ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങി. മികച്ച കളിക്കാരെ വാർത്തെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു ശ്രമമായി അത് വിലയിരുത്തപ്പെട്ടു. ജോർജിയയിൽ നിന്ന് ക്രിസ്ത്യാനോയ്ക്ക് വലിയ സ്വീകരണം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സോടെയുള്ള ആ ശ്രമത്തിന് ഫുട്ബോളിൽ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും ഫിഫ റാങ്കിങ്ങിൽ വളരെ പിന്നിലുള്ള ഒരു രാജ്യമാണ് ജോർജിയ. അവർക്ക് അതൊരു കിട്ടാക്കനിയായിരുന്നു. എന്നാൽ രാജ്യത്തെ നല്ല കളിക്കാരെ കണ്ടെത്തി അവരെ മികച്ച കളിക്കാരായി വാർത്തെടുക്കാം എന്ന ആത്മവിശ്വാസം സംഘാടകർക്കുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അക്കാഡമിയിൽ മികച്ച താരങ്ങളുണ്ടായി. അതിലൊരാളുടെ പേര് ക്വാരറ്റ്സ്ഖെലിയ എന്നായിരുന്നു. അവൻ പന്തടിച്ച് വളർന്നു ക്രിസ്ത്യാനോയോടുള്ള കടപ്പാടോടെ. അവൻ 10 വർഷങ്ങൾക്കിപ്പുറം ജോർജിയയുടെ ദേശീയ ടീമിൽ ഇടം കണ്ടെത്തി. രാജ്യത്തെ മികവുറ്റ കളിക്കാരനായി മികച്ച പരിശീലനത്തിന് കീഴിൽ മുന്നേറി. 2024 ആദ്യമായി യൂറോ കപ്പിൽ ജോർജിയ കളിക്കാനെത്തിയപ്പോൾ ടീമിൽ ഇടം പിടിച്ചു. 2024 ജൂൺ 26 യൂറോ കപ്പിൻ്റെ ആദ്യ റൗണ്ടിലെ അവസാന മത്സരങ്ങളിൽ ഒന്നിൽ ജോർജിയ പോർച്ചുഗലിനെ നേരിട്ടു. പിള്ളേരിലേടാ വിട്ടേക്കാം എന്ന് പറഞ്ഞ് അതേ ജോർജിയക്കെതിരെ വെറുതെ കളിക്കാനിറങ്ങിയ റൊണാൾഡോയുടെ സംഘത്തെ ജോർജിയ അട്ടിമറിച്ചു. ആദ്യ ഗോൾ നേടിയത് ക്വാരറ്റ്സ്ഖെലിയയായിരുന്നു. തൻ്റെ അക്കാഡമിയിലൂടെ വളർന്നു വന്ന പയ്യൻ തൻ്റെ ടീമിനെതിരെ വിജയ ഗോൾ നേടിയ കളി. അതിനിടയിൽ ആ കളിക്കിടയിൽ റൊണാൾഡോ ക്വാരറ്റ്സ്ഖെലിയയ്ക്ക് കൈകൊടുക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. 2 ഗോളിന് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ പോർച്ചുഗലിന് നിരാശയുണ്ടാകും, ഉറപ്പാണ്. പിള്ളേരോട് തോറ്റതിൻ്റെ തൻ്റെ ടീമിന് നാണക്കേടായതിൻ്റെ സങ്കടം റൊണാൾഡോയ്ക്കും ഉണ്ടാകും. പക്ഷേ ലോകത്തൊരു കളിക്കാരനും ലഭിക്കാത്തൊരു സന്തോഷം, ആഹ്ലാദം, കൃതാർത്ഥത ഒക്കെ ക്രിസ്ത്യാനോയുടെ ആ ഹസ്തദാനത്തിൽ ഉണ്ടായിരിക്കണം. തോൽവിയുടെ നാണക്കേടിനിടയിലും താൻ കാരണം ലോകത്തിന് മുന്നിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ആ ഫുട്ബോൾ താരത്തെ ഓർത്ത്. യഥാർത്ഥത്തിൽ ആരാണ് ഹീറോ എന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകുന്ന നിമിഷമാണ് ഈ ചിത്രം നൽകുന്നത്. 2 ഗോളിന് പോർച്ചുഗൽ തോറ്റ മത്സരം ജോർജിയയ്ക്ക് യഥാർത്ഥത്തിൽ സ്വപ്നതുല്യമായ വിജയമാണ്. യൂറോ കപ്പിൽ അസാധാരണമായി ഒന്നും സംഭവിക്കാനില്ല എന്ന് കരുതി ആരാധകർ ഏകപക്ഷീയമായി കളി കാണാൻ ഇരുന്നിട്ടുണ്ടാവും ഇന്നലെ. ഞാനെന്തായാലും അങ്ങനെയായിരുന്നു. ഒന്നും കാര്യമായി അട്ടിമറിയൊന്നും പ്രതീക്ഷിച്ചില്ല. റൊണാൾഡോ കുറച്ച് ഗോളടിക്കും, പിന്നെ ജോർജിയ ആദ്യത്തെ കളിയിൽ നന്നായി കളിക്കാൻ ശ്രമിക്കും എന്നൊക്കെ ഓർത്താണ് നമ്മളെപ്പോലത്തെ സാധാരണ കളിപ്രേമികൾ കാത്തിരിക്കുക. ഫിഫ റാങ്കിങ്ങിൽ 6ാം റാങ്കിലുള്ള പോർച്ചുഗലിനെ 74ാമതുള്ള ജോർജിയ നേരിടുന്നു എന്ന ഒരു സാധാരണത്വം. പോർച്ചുഗൽ ടീമും അങ്ങനെ തന്നെയാണ് കളി കണ്ടത് എന്ന് തോന്നുന്നു. കളിക്കാനൊരുങ്ങുമ്പോൾ ടീമിനൊരു വിശ്രമ ദിനം എന്നാണ് അവർ കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആദ്യ 11-ലെ വമ്പൻ 10 പേർക്ക് വിശ്രമം നൽകി പകരക്കാരെയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് കളത്തിലേക്ക് മൈതാനത്തേക്ക് ഇറക്കിവിട്ടത്. ക്രിസ്ത്യാനോയും പോർച്ചുഗലിൻ്റെ ബി ടീമും എന്ന് പറയാവുന്ന വിധത്തിലൊരു കളിക്കൂട്ടം. ഉറപ്പാണല്ലോ ജോർജിയ തോൽപ്പിക്കാൻ പറ്റുമല്ലോ. അടുത്ത റൗണ്ടുകളിലേക്ക് എല്ലാവരും ഒന്ന് ഉഷാറാട്ടെ. വെറുതെ ചെറിയ ടീമിനോട് കളിച്ച് പരിക്ക് പറ്റി വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതി അവരെ മാറ്റി നിർത്തിയതാവണം. ഫുട്ബോൾ പക്ഷേ പ്രവചനങ്ങൾക്കപ്പുറത്താണ്. അതുകൊണ്ടുകൂടിയാണ് ഫുട്ബോളിൻ്റെ ആസ്വാദ്യതയിൽ സ്വപ്ന തുല്യമായ നിമിഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ അത്ഭുതം സംഭവിച്ചു. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സിനിമ കാണാൻ പോയി മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട പ്രതീതി. അമ്മാതിരി ഒരു കളിയായിരുന്നു പോർച്ചുഗൽ ജോർജിയ മത്സരം. കളി തുടങ്ങി പോർച്ചുഗലിൻ്റെ ആദ്യ നീക്കങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. പന്ത് കൈയടക്കി ആധിപത്യം സ്ഥാപിച്ച് മുന്നേറുന്നതിനിടെ അന്റോണിയോ സിൽവയുടെ ഒരു വലിയ പിഴവ്. അത് മുതലെടുത്ത് ജോർജിയയുടെ ആദ്യത്തെ ഗോൾ. സിൽവ പിന്നിലേക്ക് നൽകിയ പാസ് അതിവേഗം ജോർജിയൻ താരം മിക്കോട്ടെഡ്സെ കൈക്കലാക്കി. പന്തുമായി മുന്നേറിയ മിക്കോട്ടെഡ്സെ ഇടതുഭാഗത്തേക്ക് ഓടിയെത്തിയ ക്വാരറ്റ്സ്ഖെലിയയ്ക്ക് അത് നൽകി. 1 മിനിറ്റും 29 സെക്കൻഡും കടക്കുമ്പോൾ ക്വാരറ്റ്സ്ഖെലിയ മനോഹരമായി ആ പന്ത് വലയിലെത്തിച്ചു. ജോർജിയയെ സ്വപ്നതുല്യമായി മറ്റൊരു നിമിഷത്തിലേക്ക് തള്ളിവിട്ട ഗോൾ. പോർച്ചുഗൽ ടീം അന്തം വിട്ടു. റൊണാൾഡോ തലയിൽ കൈവച്ചിരിക്കണം. സ്കെലിയയുടെ ഗോൾ ജോർജിയൻ ടീമിന് ആവേശമായി. അവർ ഉജ്ജ്വലമായി കളിക്കാൻ തുടങ്ങി. പോർച്ചുഗൽ തളർന്നതുപോലെയായിരുന്നു. ആ ഗോളിനെ
എങ്ങനെ നേരിടണം, അതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന് വിചാരിക്കാത്ത ഗോളിൽ നിന്ന്, ആ ഷോക്കിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് സമയം വേണ്ടി വന്നു. രണ്ടാം പകുതി വരെയും എങ്ങനെയെങ്കിലും അതിജീവിക്കാനുള്ള അറ്റാക്കുകൾക്ക് അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം 57-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ മിക്കോട്ടെറ്റ്സയുടെ അടുത്ത ഗോൾ. രണ്ടാമത്തെ ഗോളും നേടി ജോർജിയ ആദ്യമായി എത്തിയ യൂറോ കപ്പിൽ തന്നെ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. അതാണ് ജോർജിയയുടെ വലിയ ആഹ്ലാദം. 2016 യൂറോ കപ്പ് ജേതാക്കളെ തോൽപ്പിച്ചുകൊണ്ടാണ് ആ മുന്നേറ്റം എന്നുള്ളതുകൂടി പ്രധാനമാണ്. ക്രിസ്ത്യാനോയും സംഘവും 18 അടവും പറ്റിയ കളിയായിരുന്നു. തോൽവിയുടെ നാണക്കേട് ഒഴിവാക്കാൻ ഗോള് മടക്കാനെങ്കിലും അവർ പരമാവധി ശ്രമിച്ചു. അങ്ങനെയുള്ള ശ്രമത്തിനിടെയായിരുന്നു രണ്ടാം ഗോൾ. പക്ഷേ മത്സരത്തിലുടനീളം റൊണാൾഡോ അടക്കമുള്ളവരുടെ ആക്രമണത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ നിന്ന ജോർജിയൻ ഗോളി മാമർ ദിലിയാണ് പോർച്ചുഗലിനെ വിയർപ്പിച്ചത്. യഥാർത്ഥത്തിൽ പ്രതിരോധിച്ച് നിൽക്കാൻ എത്തിയ സംഘമായിരുന്നു ജോർജിയ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു കളിയുടെ ആദ്യഘട്ടം. അവരതുപോലെയുള്ള പ്രകടനത്തിലേക്കാണ് കടന്നിരുന്നത്. വമ്പന്മാരായ പോർച്ചുഗലിന് മുന്നിൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാനാണ്? പോർച്ചുഗലിനും ആ പ്രതിരോധ കോട്ട തകർക്കുക എളുപ്പമായിരുന്നില്ല. എന്നാൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ വീണ ഗോൾ പോർച്ചുഗലിനെ തളർത്തിയിരുന്നു. അവരെ പ്രതിരോധത്തിലാക്കും മട്ടിൽ മാറ്റിയിരുന്നു. പിഴവുകൾ അവരെ തളർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ വീണു പോകുന്നതാണ് കണ്ടത്. ജോർജിയ പ്രതിരോധത്തിനൊപ്പം ആക്രമിക്കാനുള്ള അവസരം കൂടി മുതലെടുത്തതോടെ ഒരു പോർച്ചുഗീസ് ട്രാജഡിക്ക് ഇന്നലെ യൂറോ കപ്പ് വേദിയായി. ജോർജിയൻ ആവേശം അതിനുമേലെ നൃത്തമാടി. ഇടയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തിരിച്ചു വിളിച്ചതും കളിയിലെ മറ്റൊരു സംഭവമായി. റൊണാൾഡോ അസ്വസ്ഥത കാണിച്ച് കയറിപ്പോകുന്നതും രോഷം പ്രകടിപ്പിക്കുന്നതും കണ്ടു. പകരക്കാരനും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്തായാലും സ്വന്തം ടീം തോറ്റപ്പോഴും ക്രിസ്ത്യാനോയ്ക്ക് ചാരിതാർത്ഥ്യത്തിന് വകയുണ്ട്. ജോർജിയയുടെ നെടുംതൂണായി നിന്ന ഒരു കളിക്കാരൻ്റെ പിറവിക്ക് താൻ കൂടി കാരണമാണല്ലോ എന്നതിൽ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഫുട്ബോൾ ചില്ലറ കളിയല്ല എന്ന്. ഒരുപക്ഷെ ഇനിയൊരു അട്ടിമറിക്ക് ജോർജിയയ്ക്ക് കെൽപ്പുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആദ്യ റൗണ്ടിൽ അവർ പ്രീ ക്വാർട്ടറിലേക്കുള്ള വഴിയിൽ വമ്പൻ അട്ടിമറി നടത്തി എന്നത് യൂറോ കപ്പിൻ്റെ ചരിത്രത്തിലെ ഒരു നിമിഷമായി മാറി. കളി ആസ്വാദകർക്കും അസാധാരണമായ ഒരു കളി കാണാനുള്ള അവസരവുമായി അത് മാറി. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ പ്രീ ക്വാർട്ടറിലെ കളിയിലും ജോർജിയ ഈ അട്ടിമറി തുടർന്നാൽ കളി ആസ്വാദകർക്ക് പ്രീ ക്വാർട്ടർ മുതൽ അങ്ങോട്ടും അട്ടിമറിയുടെ അസുലഭമായ നിമിഷങ്ങൾ ലഭ്യമാകും. നമുക്ക് ഏതായാലും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.